ശ്രീ സുരേഷ് ബാബു നോക്കൂ, നിരവധി NGO-കളുടെ മറവിലാണ് അല്ലെങ്കിൽ NGO-കളുടെ കൂടി പേര് ചേർത്താണ് ഈ നിലയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരങ്ങൾ അനുസരിച്ച്. നോക്കൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ? എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ ഇടനിലക്കാരായത്? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ഇപ്പം നമ്മൾ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലാണ് സംഘടനകളൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2021 കോവിഡ് സമയത്താണ് നമ്മുടെ ശ്രീ ആനന്ദ്കുമാർ, അതായത് ദേശീയ ചെയർമാനായ ശ്രീ ആനന്ദ്കുമാർ, അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു കേരളത്തിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയാണ്, കാരണം അദ്ദേഹം ഇത് ആരംഭിച്ചത് കൊണ്ട് തന്നെയാണ് എല്ലാ സന്നദ്ധ സംഘടനകളും, കാരണം ഇതിലുള്ള ഏകദേശം 140 ഇംപ്ലിമെൻറ്റിംഗ് സംഘടനകളായിട്ടുള്ള എല്ലാ സംഘടനകളും കേരളത്തിലെ ഏറ്റവും നല്ല സംഘടനകളാണ്. മതസംഘടനകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, എല്ലാ സംഘടനകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും പേരുകേട്ട സംഘടനകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത് ആനന്ദകുമാർ സാർ നേതൃത്വം കൊടുക്കുന്നു എന്നതാണ്. കാരണം സായിഗ്രാമിൻ്റെ കാരണം നമ്മൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ CSR ഫണ്ട് യൂസ് ചെയ്യുന്ന ഒരു സംഘടനയാണ് സായിഗ്രാം ട്രസ്റ്റ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. ഏകദേശം 5 ലക്ഷത്തോളം ഇതിൻ്റെ കിഡ്നി പേഷ്യൻസിന്, അതായത് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുത്തത് അധികം CSR ഫണ്ട് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ CSR ഫണ്ട് വാങ്ങുന്ന വലിയൊരു ഏജൻസിയുടെ ഉടമ കൂടിയാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് ശ്രീ ആനന്ദ്കുമാർ സാർ. കാരണം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയോ സാമൂഹ്യ പ്രതിബദ്ധതയോ ഒരു സംഘടനകൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം നേതൃത്വം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായി വന്നിരിക്കുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ രാമചന്ദ്ര സാറാണ്. കാരണം ഇത്തരം പ്രമുഖരായ ആളുകൾ, അതേപോലെ വീണ സെബാസ്റ്റ്യൻ, അതേപോലെ ഷീബ സുരേഷ്, ശ്രീ സുരേഷ് ബാബു നോക്കൂ, പക്ഷേ ആനന്ദും തമ്മിൽ പിന്നെ ഏതൊക്കെയോ നിലയിൽ തെറ്റിയതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ലാലി വിൻസെന്റ് ഒരു മാധ്യമത്തിനോട് പറയുന്നത് കേട്ടിരുന്നു. അത് പറയും സാർ മാഡം. അതെന്ന് വെച്ചാൽ നമ്മൾ വന്നത് ആനന്ദ്കുമാർ സാറിനെ കണ്ടിട്ടാണ്. ആദ്യഘട്ടത്തിൽ അനന്തു കൃഷ്ണൻ സംഘടനയിലില്ല. പിന്നീട് ആനന്ദ്കുമാർ സാറാണ് അനന്തു കൃഷ്ണനെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നതും ഈ ഒരു പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിച്ച പ്രോഗ്രാംസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്, ആനന്ദ്കുമാർ സാർ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പദ്ധതി എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക്, കാരണം നമുക്കറിയാം ഇന്ത്യയിലെ പ്രമുഖരായ വലിയ കമ്പനികളൊക്കെ തന്നെ അവരുടെ സാധനങ്ങൾ വലിയ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് വലിയ വില കുറച്ച് കൊടുക്കും. അപ്പോൾ ആ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, കാരണം ബൾക്ക് പർച്ചേസിൽ ലഭിക്കുന്ന മാർക്കറ്റിംഗ് ഫണ്ട്, അതേപോലെ ഡീലേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡീലേഴ്സ് കമ്മീഷൻ, അതേപോലെ തന്നെ ചെറിയ CSR ഫണ്ടുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 50% ആളുകൾക്ക് ഇത് കൊടുക്കാൻ കഴിയുമെന്നുള്ള ശ്രീ ആനന്ദ്കുമാർ സാറിൻ്റെ വാക്കുകൾ. കാരണം അതിൽ അവിശ്വസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സന്നദ്ധ സംഘടനകൾക്ക് സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾക്ക് തന്നെ അറിയാം, അദ്ദേഹം ഇതുവരെ വിതരണം ചെയ്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് 50,000 അപ്പോൾ 50,000 ലാപ്ടോപ്പ് HP കമ്പനിയിൽ നിന്ന് എടുത്താൽ 50% ആർക്കും കിട്ടും, നമുക്കും കിട്ടും, ആർക്കും കിട്ടും. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ രണ്ടാമത്, അദ്ദേഹം കൊടുത്ത എല്ലാ പ്രോഗ്രാംസും അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് കമ്പനികളുമായി MOU വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ സംഘടനകൾ സംശയിക്കാതിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി തട്ടിപ്പായി മാറാൻ സാധ്യതയില്ല. ഞങ്ങൾ NGOസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിരിക്കുന്ന ഒരു സാധനം, നാഷണൽ NGO കോൺഫറൻസിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഈ ആനന്ദ്കുമാർ അവതരിപ്പിച്ച ഈ പദ്ധതി ആർക്കും നടത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ അതിനെ കോർഡിനേറ്റ് ചെയ്ത അനന്തു കൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ല, അപ്പോൾ ഈ ആനന്ദകൃഷ്ണനെയും അനന്തു പറ്റിച്ചു എന്നുള്ളതാണോ നിങ്ങൾ ഇപ്പോൾ കരുതുന്നത്? അല്ല, ആനന്ദ്കുമാർ സാറിന് കാര്യങ്ങൾ അറിയാമായിരിക്കും. കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. കാരണം ആനന്ദ്കുമാർ സാറിന് പരിചയമില്ലാത്ത ഒരാളെ ഒരിക്കലും അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആനന്ദ്കുമാർ സാർ കൊണ്ടുവരില്ല ഒരു സ്ഥലത്തേക്കും. കാരണം ആനന്ദ്കുമാർ സാറിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ ഈ പണം വാങ്ങി പറ്റിക്കപ്പെട്ടവരെ പോലെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് നിങ്ങളെയും വിശ്വസിപ്പിച്ചു, അങ്ങനെയാണോ? ഞങ്ങളത് തീർച്ചയായിട്ടും ആനന്ദ്കുമാർ സാറിൻ്റെ അനന്തകൃഷ്ണൻ്റെ വാക്കുകളല്ല നമ്മൾ വിശ്വസിച്ചത്, ആനന്ദ്കുമാർ സാറിൻ്റെ വാക്കുകളാണ് വിശ്വസിച്ചത്. കാരണം അതിൽ അവിശ്വസിക്കാൻ വഴി ഉണ്ടായിരുന്നില്ല സാർ. കാരണം നമുക്കറിയാലോ മാഡം, കാരണം നമ്മളെ ഈ ഒരു 50,000 ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഏത് കമ്പനികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. കാരണം അതിൻ്റെ വില കുറച്ച് കൊടുക്കാൻ കഴിയും.
അതേപോലെ തന്നെ 16,000 വണ്ടി കൊടുത്താൽ 16,000 വണ്ടിയുടെ വില കുറച്ച് കൊടുക്കാൻ കഴിയും. അതേപോലെ 50,000 ടൈലറിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഏകദേശം 1,00,000 ആളുകളിലേക്ക് ഇതിൻ്റെ സഹായം എത്തിക്കാൻ ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക്. അത് സത്യമാണ്, കാരണം അത് ഞങ്ങൾക്ക് കൃത്യമായ അറിവുള്ളതാണ്. 1,00,000 ആളുകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1,00,000 ആൾക്കാരിലേക്ക് സഹായം എത്തിക്കുമ്പോഴുള്ള ഈ പർച്ചേസിൽ കിട്ടുന്ന ലാഭമാണ് ഇതെല്ലാം നൽകുന്നതെന്നാണ്. അതിനോടൊപ്പം ചെറിയ CSR ഫണ്ടുകളും കിട്ടുന്നുണ്ട്. കാരണം CSR ഫണ്ട് കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ചെറിയ ഫണ്ട് കിട്ടുന്നുണ്ടാവാം, കാരണം സായിഗ്രാമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ സായിഗ്രാം എന്ന് പറയുന്നത് CSR ഫണ്ട് വാങ്ങുന്ന ഏറ്റവും വലിയ ഏജൻസിയാണ് കേരളത്തിലെ. കാരണം ഇന്ത്യയിൽ തന്നെ നാലാമത്തെ NGO ആണ്, ഏറ്റവും വലിയ 4ാമത്തെ NGO ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ NGO ആണ്. അപ്പം നമ്മളതിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാ സംഘടനകളും, കാരണം നമുക്കറിയാം സമൂഹത്തിൽ നന്നായി വർക്ക് ചെയ്യുന്ന സംഘടനകളാണ്, അവരെല്ലാം തന്നെ ഇന്ന് വളരെയധികം പ്രയാസത്തിലാണ്. കാരണം ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മനസ്സിലായി. ഞാൻ അങ്ങേലേക്ക് മടങ്ങി വരാം.